എറണാകുളം ജില്ലയിലെ കരുതലും കൈത്താങ്ങും അദാലത്തുകൾക്ക് കോതമംഗലത്ത് സമാപനമായി 1767 പരാതികൾ പരിഗണിച്ചതിൽ 1249 പരാതികൾ തീർപ്പാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും അദാലത്തുകൾക്ക് കോതമംഗലത്തെ അദാലത്തോടെ സമാപനമായി. കണയന്നൂർ, പറവൂർ, ആലുവ, കൊച്ചി, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലായി നടന്ന ജില്ലയിലെ അദാലത്തുകളിൽ ആകെ 1767 പരാതികളാണ് പരിഗണിച്ചത്. അതിൽ 1249 അപേക്ഷകരെ മന്ത്രിമാർ നേരിൽ കണ്ട് പരാതികൾ തീർപ്പാക്കി. അപേക്ഷകർ ഹാജരാകാത്തതിനാൽ 518 പരാതികൾ മാറ്റിവെച്ചു. ആകെ 780 പുതിയ അപേക്ഷകൾ ലഭിച്ചു. വ്യവസായ മന്ത്രി പി രാജീവ്, കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചി, കുന്നത്തുനാട്, ആലുവ, കണയന്നൂർ അദാലത്തുകൾ സംഘടിപ്പിച്ചത്. മന്ത്രി പി രാജീവിനൊപ്പം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറവൂരിലും, മന്ത്രി റോഷി അഗസ്റ്റിൻ മൂവാറ്റുപുഴയിലും, മന്ത്രി വീണ ജോർജ് കോതമംഗലത്തും അദാലത്തിൽ പങ്കെടുത്ത് പരാതികൾ പരിഹരിച്ചു. അർഹത ഉണ്ടായിട്ടും നിഷേധിക്കപ്പെട്ട മുൻഗണനാ റേഷൻ കാർഡുകൾ, ക്ഷേമ പെൻഷനുകൾ, സ്കോളർഷിപ്പ് കുടിശ്ശിക, അതിർത്തി തർക്കം, വഴിത്തർക്കം, സ്വത്തുതർക്കം, പെർമിറ്റ് നൽകൽ, മരം മുറിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റവന്യൂ റീസർവേ, ഭൂമി പോക്കുവരവ് ചെയ്യൽ, വയോജന സംരക്ഷണം, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, കൃഷിനാശത്തിനുള്ള ധനസഹായം തുടങ്ങി വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അപേക്ഷകളാണ് മന്ത്രിമാർക്ക് മുന്നിലെത്തിയത്. കോതമംഗലം താലൂക്ക് അദാലത്തിൽ ആകെ 238 പരാതികൾ പരിഗണിച്ചു. അതിൽ 151 അപേക്ഷകരെ മന്ത്രിമാർ നേരിൽ കണ്ട് പരാതികൾ പരിഹരിച്ചു. പരാതിക്കാർ ഹാജരാകാത്തതിനാൽ 87 പരാതികൾ മാറ്റിവെച്ചു. ആകെ 157 പുതിയ അപേക്ഷകൾ ലഭിച്ചു. നിയമങ്ങളും ചട്ടങ്ങളും ജനോപകാരപ്രദമായി വ്യാഖ്യാനിച്ചാൽ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന് അദാലത്തിൽ മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അദാലത്തിൽ ഉയർന്നുവന്ന പൊതുപ്രശ്നങ്ങളിൽ ചട്ടഭേദഗതി ഉൾപ്പെടെയുള്ളവ സർക്കാർ പരിഗണിക്കും. ഇതിനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിമാർ സമർപ്പിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെ പരാതികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പൊതുജന സേവകരായി നിലകൊള്ളണമെന്ന് അദാലത്തിന്റെ സമാപന വേദിയിൽ മന്ത്രി പി രാജീവ് പറഞ്ഞു. അദാലത്തിലെത്തിയ പരാതിക്കാരുടെ കണ്ണീർ ഉദ്യോഗസ്ഥരെ കണ്ണു തുറപ്പിക്കട്ടെ എന്നും മന്ത്രിമാർ വ്യക്തമാക്കി. അദാലത്തിൽ സ്വീകരിച്ച തീരുമാനങ്ങളുടെ നടപടി സംബന്ധിച്ച തുടർ പരിശോധനകളും നടക്കും. എറണാകുളം ജില്ലയിൽ ഫെബ്രുവരി ആദ്യവാരം തുടർ പരിശോധനയുടെ ഭാഗമായുള്ള അവലോകന യോഗം നടത്തും. ജനുവരി 20 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തുടർ നടപടി സംബന്ധിച്ച ആദ്യ അവലോകന യോഗം ചേരും. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.